നമസ്കാരം. കുറുമ്പുണരും നിൻ കവിളിണയിൽ വിരിയുന്നത് അഴകോ മാരിവില്ലോ സ്വപ്നങ്ങളോ. ഒരു കുട്ടി കവിതയാണ്. കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ ഐശ്വര്യമാണ്. അച്ഛനും അമ്മയ്ക്കും അവർക്ക് മനസ്സിലിണങ്ങിയ ഡ്രസ്സുകളൊക്കെ തയ്ച്ചു കൊടുക്കുക അല്ലെങ്കിൽ കൊടുക്കുക എന്ന് പറയുന്നത് വലിയ സന്തോഷം തരുന്ന ഒന്നാണ്. അപ്പോൾ കൊച്ചു കുട്ടികളുടെ ഷേപ്പൊക്കെ അനുസരിച്ച് അവരുടെ അളവൊക്കെ അനുസരിച്ച് മനോഹരമായി ഡ്രസ്സുകൾ സ്റ്റിച്ച് ചെയ്ത് തരുന്ന ഒരു സ്ഥാപനത്തെയാണ് ലൈവ് ടി വിയുടെ എൻറ്റയർ മീഡിയ ടീം ചോയ്സ് ഓഫ് കേരള എന്ന പ്രോഗ്രാമിലൂടെ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. കുട്ടി ഫ്രോക്ക് കണ്ടില്ലേ, എന്ത് മനോഹരമാണ്. അപ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ പേര് റോസ് ഏഞ്ചൽസ് ഫോർ കിഡ്സ് ആൻഡ് ലേഡീസ്. സ്ഥിതി ചെയ്യുന്നത് ഭരണങ്ങാനം സെയിൻറ്റ് അൽഫോൻസ മഠത്തിന് നേരെ ഓപ്പോസിറ്റാണ്. അപ്പോൾ ആ കുഞ്ഞു ലോകത്തേക്ക് ഇവിടുത്തെ വർണ്ണ വിസ്മയങ്ങൾ തീർക്കുന്ന ആ മനോഹാരിത നമുക്കൊന്ന് കാണാം. അപ്പോൾ വർണ്ണങ്ങളുടെ ഈ ലോകത്തെ, നിറങ്ങളുടെ ഈ ലോകത്തെ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിൻ്റെ ഈ ലോകം, അതിൻ്റെ കാവൽക്കാരി രമ്യ മാഡമാണ് എന്നോടൊപ്പം ഉള്ളത്. നമസ്കാരമുണ്ട്. നമസ്കാരം. 10 വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് തുടങ്ങിയതെന്ന് തോന്നുന്നു അല്ലേ? അതെ, ആ തുടക്കത്തെ കുറിച്ചെന്ന് പറയും. ഞങ്ങൾ ഒരു 10 വർഷം മുമ്പ് ഒരു റോസ് കുറേഷൻസ് എന്ന് പറഞ്ഞിട്ടൊരു യൂണിറ്റ് ആയിട്ടാണ് ഇത് തുടങ്ങിയത്. അത് ഭരണങ്ങാനം അൽഫോൻസാമ്മ മഠത്തിൻ്റെ ഓപ്പോസിറ്റായിട്ട് പേരക്കാട്ട് ബിൽഡിങ്ങിൻ്റെ 2nd ഫ്ലോറിലായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അന്നേരം ഞങ്ങൾ കോട്ടയത്തെയും എറണാകുളത്തെയും ചില സെലക്റ്റഡ് കടകളിലേക്ക് മാത്രമാണ് നമ്മൾ ഉടുപ്പുകൾ കൊടുത്തുകൊണ്ടിരുന്നത്. അതും നമ്മൾ മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യും, ഡിസൈൻസ് പ്രൊവൈഡ് ചെയ്യും. അവരത് കണ്ട് ഇഷ്ടപ്പെട്ട് അവർ നമുക്ക് നമ്പർ ഓഫ് പീസസ് പറയും. അതനുസരിച്ചിട്ട് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് ഉടുപ്പുകൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വന്നിരുന്നു കഴിഞ്ഞപ്പം നമുക്ക് എന്തുകൊണ്ട് ഒരു ഔട്ട്ലെറ്റ് തുടങ്ങിക്കൂടാന്നൊരു ചിന്ത വന്നു. അപ്പോൾ നമുക്കൊരു സ്പേസ് ഇവിടെ ഫ്രീ ആയിട്ട് കിട്ടി, അവൈലബിൾ ആയിട്ട് കിട്ടി. അപ്പോൾ ഞങ്ങൾ അതുകൊണ്ട് നമ്മുടെ യൂണിറ്റിലെ പ്രൊഡക്ട്സ് തന്നെയാണ് ഈ ഔട്ട്ലെറ്റിലോട്ടും ഇട്ടിരിക്കുന്നത്. ആ ഔട്ട്ലെറ്റിന് റോസ് ഏഞ്ചൽസ് എന്ന് പറഞ്ഞ പേര് വെച്ച് ഞങ്ങളത് സ്റ്റാർട്ട് ചെയ്തു. സെയിം പ്രൊഡക്ട്സ് തന്നെയാണ് നമ്മൾ ഇവിടെയും വെച്ചിരിക്കുന്നത്. അപ്പോൾ എവിടേക്കാണ് നമുക്ക് സപ്ലൈ ഉള്ളത്? നമുക്ക് എറണാകുളം, കോട്ടയം, ചങ്ങനാശ്ശേരി അങ്ങനെ സെലക്റ്റഡ് കടകളിൽ മാത്രമേ നമ്മളിത് കൊടുക്കുന്നുള്ളൂ. ശരി. ശരിക്കും ഈ ഒരു വർണ്ണങ്ങളുടെ ലോകത്തേക്ക് ഞാൻ അങ്ങനെ തന്നെ വിശേഷിപ്പിക്കുകയാണ്. കാര്യം കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് എപ്പോഴും മനസ്സിൻ്റെ നമ്മുടെ വർണ്ണങ്ങളാണ്. ഈ ഒരു ലോകത്തേക്ക് വരാനുള്ള ഒരു പ്രചോദനം എന്താണ്? അത് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഉടുപ്പുകൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്റ്റിച്ചിങ് ആദ്യം ഭയങ്കര ക്രേസായിരുന്നു. അത് കഴിഞ്ഞ് എനിക്കൊരു മോളുണ്ടായി കഴിഞ്ഞപ്പം ആ മോൾക്ക് ആണ് ആദ്യമായിട്ട് ചെറിയ ഉടുപ്പ് തയ്ച്ചത്. അതിൽ നിന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ തയ്ച്ച് ഡെവലപ്പ് ചെയ്താണ് ഇവിടം വരെ എത്തിയത്. ശരി. നമുക്ക് മെയിനായിട്ട് ഫ്രോക്കുകളാണ് ഉള്ളത് അല്ലേ? ഫ്രോക്കുകളാണ് ഉള്ളത്. അതെന്ത് മെറ്റീരിയലാണ് മാം നമ്മൾ നിർമ്മിക്കുന്നത്? നമ്മൾ ഫ്രോക്ക് മെയിനായിട്ട് എല്ലാ തരം മെറ്റീരിയൽസും കൂടി നമ്മൾ ഫ്രോക്ക് ചെയ്യും, കസ്റ്റമൈസ് ചെയ്യും. കസ്റ്റമേഴ്സിൻ്റെ ഡിമാൻഡ് അനുസരിച്ച് ഏത് വേണമെങ്കിലും നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും. പക്ഷേ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് കോട്ടൺ, ചൈൽഡ് ഫ്രണ്ട്ലി മെറ്റീരിയൽസ് ആയ കോട്ടനും ഹക്കോബ, കോഡ്രോയ് അങ്ങനത്തെ മെറ്റീരിയൽസ് വെച്ചാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത്. അതിൽ ഹാൻഡ് വർക്ക് കസ്റ്റമേഴ്സിൻ്റെ ഡിമാൻഡ് അനുസരിച്ചിട്ട് ഹാൻഡ് വർക്കോ മിഷൻ എംബ്രോയ്ഡറിയോ ആപ്ലിക് വർക്കോ എന്ത് വേണമെങ്കിലും നമ്മൾ ചെയ്തു കൊടുക്കും. മറ്റെന്തൊക്കെയാണ് നമ്മൾ ഇവിടുന്ന് ചെയ്ത് കൊടുക്കുന്നത്? അതുകൂടാതെ നമ്മൾ ന്യൂ ബോൺ ഐറ്റംസ് ആയിട്ടുള്ള കുഞ്ഞുടുപ്പ്, ബേബി ഷീറ്റ്, ബാപ്റ്റിസം സെറ്റ്, ബൂട്ടീസ്, ഡയപ്പർ, കുഞ്ഞുങ്ങളുടെ ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഹാൻഡ് വർക്കോട് കൂടി കസ്റ്റമേഴ്സിൻ്റെ അനുസരിച്ച് അത് നമ്മുടെ ഔട്ട്ലെറ്റിൽ അവൈലബിൾ ആണ്. അത് പോരായെങ്കിൽ നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ ഡിമാൻഡ് അനുസരിച്ച് നമ്മളത് ചെയ്തു കൊടുക്കും. പിന്നെ അതുകൂടാതെ പിന്നെ ഹോളി കമ്മ്യൂണിയൻ ഡ്രസ്സസ്, പിന്നെ എല്ലാം ഉണ്ട്. എന്ത് കസ്റ്റമേഴ്സ് എന്ത് ഡിമാൻഡ് ചെയ്താലും നമ്മളത്
അവരുടെ താല്പര്യം അനുസരിച്ച് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളത് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും. കാര്യം എനിക്കൊരു മോളാണ്. അപ്പം ഞങ്ങൾ ഇടയ്ക്ക് കടയിൽ ചെന്നപ്പോൾ ഒരു ഫ്രോക്കൊക്കെ അവളെടുത്തു. പക്ഷേ വീട്ടിൽ ചെന്നപ്പോൾ അത് അളവ് വ്യത്യാസം, ആകപ്പാടെ കരച്ചിലായി, ബഹളമായി, പിന്നെ സൈഡൊക്കെ അഴിച്ചുവിടേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാനിപ്പോൾ ഒരു ഫ്രോക്ക് എൻ്റെ മോക്ക് വേണ്ടിയുള്ള അളവും കാര്യങ്ങളൊക്കെ തരികയാണ്. അപ്പോൾ എത്ര ദിവസം കൊണ്ട് എനിക്കിത് തരാൻ പറ്റും? നമ്മുടെ തിരക്കിൻ്റെ അനുസരിച്ച് ഇപ്പം അവർ കസ്റ്റമേഴ്സിന് ഇപ്പോൾ 1 വീക്കിനുള്ളിൽ കിട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ, അവർക്ക് അത്യാവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് അങ്ങനെ ചെയ്ത് കൊടുക്കും. ഇനി കുറച്ചല്ല 2 ആഴ്ച കഴിഞ്ഞിട്ട് മതിയെങ്കിൽ അപ്പം നമുക്ക് പെട്ടെന്ന് എന്നാൽ അവർ പറയുന്ന സമയത്തിനനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കും. അത് ശരി. മറ്റെന്തൊക്കെയാണ് നമുക്കിവിടെ ഉള്ളത്? ഇത് കൂടാതെ സ്റ്റിച്ചിങ് യൂണിറ്റ് നമുക്കുണ്ടോ? സ്റ്റിച്ചിങ് യൂണിറ്റ് ഉണ്ട്. ഇതിൻ്റെ മുകളിലത്തെ നിലയിലായിട്ട് സ്റ്റിച്ചിങ് യൂണിറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ സ്റ്റാഫുകൾ അവിടെ ഇരുന്ന് ചെയ്യുന്നുണ്ട്. അവിടെ ചെയ്യുന്ന ഉടുപ്പുകൾ മാത്രമേ നമ്മൾ ഇവിടെ ഇടുന്നുള്ളൂ. അല്ലാണ്ട് നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന അങ്ങനത്തെ ഉടുപ്പുകളൊന്നും നമ്മളിവിടെ വെക്കുന്നില്ല. നമ്മുടെ ഓൺ പ്രൊഡക്ട്സ് മാത്രമേ നമ്മൾ സെയിൽ ചെയ്യുന്നുള്ളൂ. ഈ കുട്ടികളുടെ ലോകത്ത് ഇങ്ങനെ ഇടപെടുന്നതുകൊണ്ടായിരിക്കും അവന് ഭയങ്കര ഒരു കുട്ടിത്വം ഫീൽ ചെയ്യുന്നത്. കുട്ടികളുടെ ലോകമല്ലേ. അതേപോലെ തന്നെ ബെഡ്ഷീറ്റുകളൊക്കെ നമുക്ക് ബെഡ്ഷീറ്റുകളുണ്ട്. ആപ്ലിക് വർക്ക് ചെയ്ത ബെഡ്ഷീറ്റുകൾ, ഹാൻഡ് വർക്ക് ചെയ്ത ബെഡ്ഷീറ്റുകൾ എല്ലാം നമ്മൾ കൊടുക്കുന്നത്. അത് കോട്ടണിലും സാറ്റിൻ ഫിനിഷ് മെറ്റീരിയലിലുമാണ് ചെയ്ത് കൊടുക്കുന്നത്. അത് സ്മോൾ സൈസ്, അതായത് സിംഗിൾ മുതൽ ക്വീൻ സൈസ് വരെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. മാതാപിതാക്കളൊക്കെ പിന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് ഒക്കെ ഇവിടെ സെലക്ട് ചെയ്താണോ നമുക്ക് ഡ്രസ്സ് ഇത് നമ്മൾ തയ്ക്കാൻ തുടങ്ങുന്നത്? അതോ നമ്മൾ വിളിച്ച് പറയുന്നു ഇപ്പം നമുക്ക് ഇവിടെ വന്ന് ചില മെറ്റീരിയൽസ് സെലക്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് നമ്മൾ ഫോട്ടോസ് അയച്ചു കൊടുക്കുന്നു, മെറ്റീരിയൽസിൻ്റെ ഫോട്ടോസ് അയച്ചു കൊടുക്കുന്നു, അതുപോലെ മെഷർമെൻറ്റ് നമുക്ക് അയച്ചു തരുന്നു. അങ്ങനെ നമ്മൾ ചെയ്യുന്നു, കസ്റ്റമൈസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കും. ശരി. ഇപ്പോൾ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ അമ്മ എന്നോട് പറഞ്ഞത് മറ്റാർക്കും അനുകരിക്കാൻ പറ്റാത്ത ഒരു സ്റ്റൈലാണ് റോസ് ഏഞ്ചൽസിനുള്ളത്. അതെന്താണ് രഹസ്യം? അതിന്റെ വർഷങ്ങളായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് പറയാം. പിന്നെ രഹസ്യങ്ങളൊന്നും നമ്മൾ പുറത്ത് പറയാൻ പാടില്ലല്ലോ. അല്ല, ശരിക്കും രഹസ്യങ്ങളുടെ കലവറ തന്നെ. കാര്യം എന്താ കണ്ടില്ല, വളരെ വർണ്ണമനോഹരമായ മാരിവിൽ അഴക് നിറയ്ക്കുന്ന വർണ്ണങ്ങളാണ് കിടക്കുന്നത്. അപ്പോൾ അതിന്റെ രഹസ്യങ്ങളൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മളെ കേരളത്തിൽ എല്ലാ സ്ഥലങ്ങളിലും സപ്ലൈ ചെയ്യാനുള്ള പ്ലാനൊക്കെ ഉണ്ടോ? ഇനി ഉണ്ട്, നമ്മൾ നോക്കുന്നു. അതെ, ഈ കുഞ്ഞി കുട്ടികൾക്കുള്ള ഉടുപ്പുകൾ മാത്രമല്ല കേട്ടോ. നമ്മുടെ മാഡം കുറച്ച് കാര്യങ്ങൾ നമ്മളിങ്ങനെ മാറ്റി വെച്ചതാണ്. ഇവിടെ ഞാൻ വന്നപ്പോൾ ഈ ആൻറ്റി മോക്ക് വേണ്ടി ഓണവുമായി ബന്ധപ്പെട്ട അടിപൊളി ഡ്രസ്സൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. വെറൈറ്റി കളക്ഷൻസാണ് എന്നാണ് പറഞ്ഞത്. നമസ്കാരം ഉണ്ടേ. എന്താണ് പേര്? എൻ്റെ പേര്. ഇവിടെ വരുന്നവരെല്ലാം ഒരു പാൽ പുഞ്ചിരി ഉള്ളവരാണല്ലോ. കുട്ടികളുടെ ലോകം ആയതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നല്ലേ. ഇവിടുത്തെ മാഡം ആണെങ്കിലും അതേപോലെ തന്നെ ഇപ്പോൾ വന്ന ആൻറ്റി ആണെങ്കിലും ഭയങ്കര സിമ്പിളായിട്ടുള്ള ശരിയാണ്. എന്താണ് ഇവിടെ സെലക്ട് ചെയ്യാൻ വേണ്ടി വന്നത്? ഇവിടെ ഓണത്തിൻ്റെ ഒത്തിരി വെറൈറ്റി വന്നിട്ടുണ്ട്. നല്ല നല്ല കളക്ഷനാണ്, പുതിയ മോഡലാണ്. അത് എങ്ങും കണ്ടിട്ടില്ല ഇതുപോലത്തെയൊക്കെ. അപ്പോൾ ഓരോ സ്കേർട്ടും ബ്ലൗസും ഒക്കെ എടുക്കാനായിട്ട് വന്നതാണ്, മോൾക്കും കൊച്ചിനും ഒക്കെ. അപ്പം ഇവിടെ ഒത്തിരി അങ്ങനത്തെ നല്ല വെറൈറ്റീസ് ഒക്കെ ഉണ്ട്. ഇവിടെ സ്ഥിരമായിട്ട് ഇങ്ങനെ വരാറുണ്ട്? ഞാൻ ഇടയ്ക്ക് വരാറുണ്ട്. ശരി. അപ്പോൾ അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഈ റെഡിമെയ്ഡ് ഡ്രസ്സുകളൊക്കെ ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് പലപ്പോഴും അൺഫിറ്റ് ആയിട്ടൊക്കെ വരും അല്ലേ? അപ്പോൾ നമുക്ക് തയ്ക്കാനും കൊടുക്കാം. തയ്യൽ യൂണിറ്റ് ഉണ്ട്. അപ്പോൾ തയ്ക്കുകയും ചെയ്ത് നന്നായിട്ട് തയ്ച്ചും തരും. നല്ലതാണ് ഇവരുടെ സ്റ്റിച്ചിങ് യൂണിറ്റ്, നല്ലതാണ്, അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് അനുയോജ്യമായ രീതിയിൽ തയ്ച്ചെടുക്കാനൊക്കെ പറ്റും അല്ലേ? പറ്റും. നല്ല അഫോർഡബിൾ റേറ്റിലൊക്കെ തന്നെ നമുക്ക് മേടിക്കാൻ പറ്റും. ശരി. നമുക്ക് കൃത്യസമയത്തൊക്കെ തയ്ച്ചൊക്കെ തരുമല്ലോ അല്ലേ? പിന്നെ അതെല്ലാം ഓക്കെയാണ്. ശരി, എന്തായാലും സന്തോഷം കേട്ടോ. അപ്പോൾ നടക്കട്ടെ, കുഴപ്പമില്ല. ഇത് നല്ല മെറ്റീരിയലല്ലേ, കൊള്ളാലോ. നോക്കിയോ, ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഇവിടുത്തെ പുതിയ സെയിൽസ്മാൻ ആണെന്ന് കരുതി ഇവിടെ സ്ഥിരം വരാനുള്ള ആളാണ് കേട്ടോ. പുതിയ ആളാണെന്ന് എന്നോട് ചോദിച്ചു, മനോഹരമായ ഫ്രോക്കൊക്കെ ഉണ്ടോ? പക്ഷേ ഒരു വിഷമമുണ്ട് ചേട്ടാ, എനിക്ക് 2 ആൺകുട്ടികളാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞതാ അടിപൊളി വെറൈറ്റി ഇടിച്ചോളാൻ പറഞ്ഞു. ചേച്ചിയുടെ പേര് അഖില അല്ലേ? അപ്പോൾ എന്ത് മെറ്റീരിയലാണ് എടുക്കാൻ വന്നത്? ഞാൻ കുറച്ച് ഡയബിൾ നോക്കിയാണ് വന്നത്. അപ്പം ഇവിടെ തന്നെ സ്റ്റിച്ചിങ് യൂണിറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് തന്നെ കളർ കസ്റ്റമൈസ് ചെയ്തെടുക്കുകയും ചെയ്യാം, ഇവിടെ തന്നെ തയ്പ്പിക്കുകയും ചെയ്യാം. ഞാൻ ഒരു 7 to 8 years ആയിട്ട് ഞാൻ ഇവിടെ തന്നെയാണ് സ്റ്റിച്ചിങ്ങും. ഓ, അത് ശരി. വർഷങ്ങളുടെ പാരമ്പര്യമാണ്. അപ്പോൾ വർഷങ്ങളുടെ പാരമ്പര്യം. അപ്പം എങ്ങനെയാണ് ഇവിടുത്തെ മെറ്റീരിയൽ? എങ്ങനെയുള്ള മെറ്റീരിയൽസ് ഒക്കെയാണ് കൂടുതലും വരുന്നത്? കോട്ടൺ വരുന്നുണ്ട്, മൊഡാലിൽ വരുന്നുണ്ട്. ഇപ്പം ട്രെൻഡിങ് ആയിട്ടുള്ള എല്ലാ ഫാബ്രിക്സും വരുന്നുണ്ട്. ഹക്കോബയിലാണെങ്കിലും ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. നമുക്ക് മറ്റു ഷോപ്പുകളിലൊന്നും കാണുന്നില്ലാത്ത രീതിയിലുള്ള ഐറ്റംസും ഇവിടെ ഉണ്ട്. അപ്പം നമുക്ക് ഇവിടുന്ന് തന്നെ എടുക്കുക, കസ്റ്റമൈസ് ചെയ്ത് നമുക്കിവിടെ നമ്മുടെ ഇഷ്ടമുള്ള രീതിയിൽ പാറ്റേണിൽ കൊടുക്കുക. നമ്മളിട്ടിരിക്കുന്ന ഈ ചുരിദാർ ഇവിടെ തയ്ച്ചതാണ് എന്ന് അവിടെ നിന്നൊരു ഡയലോഗ് വന്നു. അതെ തീർച്ചയായും. മറന്നുപോയോ? അല്ല, തീർച്ചയായിട്ടും എൻ്റെ എല്ലാ ഡ്രസ്സും തന്നെ ഞാൻ ഇവിടെ തന്നെ ആണ്, ഇവിടെ തന്നെ മെറ്റീരിയൽ എടുക്കുക, ഇവിടെ തന്നെ തയ്പ്പിക്കുകയാണ് ചെയ്യുന്നത്. കറക്റ്റ് ഷേപ്പിൽ ഇതിലൊക്കെ നമ്മുടെ മനസ്സിനാണെങ്കിൽ രീതിയിൽ തയ്ച്ചു തരും അല്ലേ? ഐഡിയ ഉള്ളവരാണ് തയ്ക്കുന്നത്, അതാണ് നമുക്ക് ഏറ്റവും ഒരു സാറ്റിസ്ഫാക്ഷൻ. ശരിക്കും സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് ഒരു കല തന്നെയാണ് അല്ലേ? ശരിയല്ലേ? നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് മനസ്സിലാക്കി അതേ പ്രകാരം നമുക്ക് അതിൻ്റെ ഉള്ള ഔട്ട്പുട്ട് കിട്ടുമ്പോൾ
നമുക്ക് വല്ലാത്തൊരു സന്തോഷമാണ്. അതാണ് റോസ് ഏഞ്ചൽസ്. അതെ അതെ അതെ, അതാണ് റോസ് ഏഞ്ചൽസ്. മേഡം ഞാനിത് ഈ ബേബി സെറ്റിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ നമ്മളിങ്ങനെ. പക്ഷെ ഇത് വെറൈറ്റി നമ്മൾ സ്റ്റിച്ച് ചെയ്തതാണ് അല്ലേ? സ്റ്റിച്ച് ചെയ്ത് നമ്മൾ തന്നെ സ്റ്റിച്ച് ചെയ്ത് ന്യൂ ബോൺസിനുള്ളതാണ് അല്ലേ? അതെ അതെ, ന്യൂ ബോൺസിനുള്ളതാണ്. ഇത് ഹാൻഡ് വർക്ക് ചെയ്തിട്ട് ഇത് സെറ്റായിട്ടാണ് വരുന്നത്. ഒരു ബേബി ഷീറ്റും ഉണ്ട് ഇതിന്. ശരി. കുഞ്ഞുങ്ങളെ വിരിച്ച് കിടത്താനും നമ്മൾ കൊണ്ടുപോകുമ്പം കൈ പിടിക്കാനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന അങ്ങനെ. ഇതും ഈ ഉടുപ്പും കൂടെ ഒരു സെറ്റാണ്. ഓ, ഇതൊരു സെറ്റാണ് അല്ലേ? സെറ്റാണ്. വെറൈറ്റി കളക്ഷൻസ് ആണല്ലോ കേട്ടോ. അതുപോലെ ഇതൊരു ഉടുപ്പ്. ഇതൊരു മറ്റൊരു മോഡൽ. അതിൻ്റെ ഷീറ്റ് അതിൻ്റെ ഷീറ്റാണിത്. ഇനി എന്തൊക്കെയാണ് മറ്റേ ഫ്രോക്കുകളുടെ വെറൈറ്റി? ഇതല്ലേ ആ, ഇത് ഡിസൈനിങ് ഒക്കെ മാഡം തന്നെയാണോ അതിൻ്റെ എല്ലാം? അതെ, ഞാൻ തന്നെയാണ് അത് ചെയ്യുന്നത്. ശരി. ഈ ലേസ് വർക്കിൻ്റെ മെറ്റീരിയൽ ഇതൊന്നും എവിടെയും കിട്ടില്ല, ഇവിടെ തന്നെ കിട്ടുള്ളൂ. ഇത് അല്ല, നല്ല ക്ലോത്ത് ആണ്, കുട്ടികൾക്ക് സേഫ് ആയിട്ട് ഇടാൻ പറ്റും. അതാണ് നമ്മൾ ഈ റെഡിമെയ്ഡ് ഐറ്റംസ് ഒക്കെ വാങ്ങിക്കുമ്പോൾ ഈ കുത്തിക്കൊള്ളുക എന്നുള്ള പ്രശ്നങ്ങളില്ല കുട്ടികൾക്ക്. അതെ അതെ അതെ. അതുപോലെ ഇത് സ്കാലപ്പ് ചെയ്ത് മിഷൻ എംബ്രോയിഡറി ചെയ്തതായത് സ്കാലപ്പ് ചെയ്ത കോളർ വെച്ചിട്ട് ചെയ്തിരിക്കുന്ന എലൈൻ. ഇതാണ് ഹക്കോബ മെറ്റീരിയലാണിത്. ഓ, അത് ശരി. വളരെ സേഫ്റ്റിയാണ് കുട്ടികളല്ലേ? ബ്രീത്തിങ് മെറ്റീരിയലാണ്. അതിൻ്റെ കളക്ഷൻസ് ഉണ്ട് ഇവിടെ, ഇഷ്ടംപോലെ വെറൈറ്റി കളക്ഷൻസ് നമുക്കുണ്ടല്ലേ? ഇതിപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ് യൂണിറ്റിലാണ് നിൽക്കുന്നത് അല്ലേ? യൂണിറ്റാണ്. ഇവിടെയാണ് നമ്മുടെ ഡിസൈൻ വർക്കുകളും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു സൈറ്റ് ഉണ്ടല്ലോ, ഓൺലൈൻ സൈറ്റ് ഉണ്ടല്ലോ. ഓൺലൈൻ സൈറ്റ് ഉണ്ട്, റോസ് ഏഞ്ചൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. അതിനകത്ത് നമ്മളെല്ലാം അപ്ഡേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് അത് കണ്ട് നമുക്ക് ഓർഡർ ചെയ്താൽ സൈസും അയച്ചു തന്നാൽ, ഇപ്പോൾ മെറ്റീരിയൽസ് ഇവിടെ ഷോപ്പിൽ വന്ന് എടുക്കാൻ പറ്റുന്നില്ലാത്തവർക്കാണെങ്കിൽ ഫോട്ടോസ് അയച്ചു കൊടുത്ത് നമ്മൾ അത് കൊറിയർ ചെയ്ത് കൊടുക്കും. സൈറ്റ് അഡ്രസ് ഒന്നുകൂടെ പറയാം ആളുകൾക്ക്, കേൾക്കുന്ന റോസ് ഏഞ്ചൽസ്. അപ്പോൾ ആവശ്യമുള്ള ആളുകൾ റോസ് ഏഞ്ചൽസ് എന്ന സൈറ്റിൽ കയറി ഓർഡർ കൊടുക്കുക കേട്ടോ. മനോഹരമാണ്. അപ്പം എന്തായാലും ഈ വർണ്ണലോകത്തുനിന്ന് കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ എനിക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും എല്ലാവിധ ആശംസകളും നേരുകയാണ്. നന്ദി. താങ്ക് യു.